ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റജി, താങ്കൾ എങ്ങനെയാണ് ഈ പദ്ധതിയെ കാണുന്നത്? ഇന്നിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഇത് വഞ്ചനയാണ്, പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ലെന്ന് പറയുന്നു. ഭരണപക്ഷം പറയുന്നു ഇതൊരു തുടക്കമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാണ്, അതൊക്കെ കണ്ടെത്തും എന്നുകൂടി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അഭിമാന നിമിഷം. കാര്യം ജനങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ സർക്കാർ കൊടുക്കുക, അവന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് വേണം കൊടുക്കാൻ. കിരണ, ഞാൻ ഇന്ന് മുഴുവൻ സ്ഥലം, ഞങ്ങളുടെയൊക്കെ ഉൾപ്രദേശങ്ങളാണ് ബസ് റൂട്ട്, ഞാൻ സകല സ്ഥലത്തും ടൂ വീലറെ ഫോളോ ചെയ്ത് ഈ സ്ത്രീകളുടെ ആനന്ദം ഞാൻ കണ്ടേച്ചു വന്നതാണ്. ജനങ്ങൾ, സ്ത്രീകൾ രാഷ്ട്രീയമെല്ലാം വിട്ട് ഈ ഗവൺമെന്റിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുക. ഇതുപോലെ തന്നെ ഹൃദയത്തെ സ്പർശിക്കുന്ന വികസനങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് നേരിട്ട് കൈ കിട്ടുന്നത് വേണം ചെയ്യാൻ. അതിന് ഈ സർക്കാരിനെയും വി ഡി സതീശനെയും അങ്ങേയറ്റം അഭിനന്ദിക്കും. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയുന്നില്ല. ഇത് പിന്നെ നമ്മുടെ മുൻ ഗതാഗത മന്ത്രി പറഞ്ഞതേ, 10 വർഷം ഭരിച്ചിറങ്ങിയപ്പോൾ ആ മുൻ മന്ത്രി പറയുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ആണും പെണ്ണുമായിട്ടുള്ള കൊടുക്കും, പെണ്ണിന് കൊടുക്കുമ്പോൾ ആൺകുട്ടിക്ക് മടി തോന്നും, അവന് വിഷമം തോന്നുന്നുണ്ട്, അതുകൂടെ ഫ്രീ ആക്കണം എന്ന് വരെ പറയാനുള്ള സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. ഇത്രയും പറയും, രാഷ്ട്രീയത്തിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജോയി ആണ്, കോതമംഗലത്ത് നിന്നാണ്. ശ്രീ ജോയി, താങ്കൾ എങ്ങനെയാണ് സർക്കാരിന്റെ ഈ വാഗ്ദാനത്തെ, അല്ലെങ്കിൽ ഈ വാഗ്ദാനം ഇപ്പോൾ ഈ പാലിച്ച രീതിയെ കാണുന്നത്? സാറേ, ഇതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. അതായത് ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലാണെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യം, അതുപോലെ തന്നെ ഇവർക്കുള്ള ഈ പറഞ്ഞ മന്ത്രിമാരും എല്ലാം ഫ്രീ ആയിട്ടല്ലേ യാത്ര ചെയ്യുന്നത്. പ്രതിപക്ഷത്തെ സ്ഥാനത്തിരിക്കുന്ന ആൾക്കും ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തുകൂടാ? ജനങ്ങൾ ഒരു ദിവസം ഒരു 10 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ. കാരണം മറ്റൊന്നുമല്ല, ഇത് കാരണത്താൽ ഈ പറഞ്ഞ ഗവൺമെന്റ് എത്രയോ ലോസ്ഫുല്ല പോണേ. സർക്കാർ ജീവനക്കാർ വണ്ടിയിൽ പോണു, അങ്ങനെ പൊതുഗതാഗതം എന്തോരം എടുക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് ആരും വിയോജിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ മനസ്സുണ്ടാവണം. അല്ലാതെ ചിലരൊക്കെ പറയുന്നതനുസരിച്ച് ഇത് ഭയങ്കര സംഭവമാണ്. ആർക്കും ചെയ്യാത്ത കാര്യമാണല്ലോ വി ഡി സതീശൻ അത് ചെയ്തത്. നന്നായി, സതീശന് 100% ഞാൻ അംഗീകരിക്കുന്നു. കാരണം 1 രൂപ കൊടുക്കാനുള്ളത് കൊടുക്കട്ടെ, അല്ലാതെ ഈ പറഞ്ഞ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് കുറെ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജനങ്ങള് അനുഭവിക്കട്ടെ. ജനങ്ങളും ഒരു 10 രൂപ ഫ്രീ ആയിട്ട് എടുക്കട്ടെ. ബാക്കി എന്തെല്ലാം പൊതുഗതാഗതത്തിൽ നമ്മുടെ മന്ത്രിമാരും സെക്രട്ടറിമാരും എല്ലാവരും ഈ വാഹനം ഉപയോഗിച്ചല്ലേ പോണേ. ഇത് പൊതുഗതാഗതല്ലേ, അപ്പൊ അവരും ഉപയോഗിക്കട്ടെ. ജനങ്ങൾ, സ്ത്രീകൾ ഉപയോഗിക്കട്ടെ. അപ്പൊ ആ സ്ത്രീകളുടെ മേൽ അത് 1 രൂപ എത്തുമ്പോ അത് വീട്ടിലെത്തും. ആയാണ് സതീശൻ പറഞ്ഞത്. ഈ ഒരു ചെറിയ ചുരുക്കൻ പൈസ കൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഇതൊരു വലിയ എണീസ് തന്നെയാ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.